നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം വിധിച്ചത് മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ശാരദാമ്മേ. ശാലിനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവില്ല. രണ്ടിലൊരാൾക്കേ സന്താന ഭാഗ്യം ശേഷിക്കൂ. അതാ ദൈവവിധി. എന്റെ യാത്രയ്ക്ക് മുമ്പ് ചേച്ചിയുടെ കടം വീട്ടണം. സുസ്മിതയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശുകൊണ്ട് ചേച്ചിക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടായെന്നാണോ വിചാരം? സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഒരു നിസ്സാര കാരണം ഉണ്ടാക്കി ധന്യ ഡോക്ടർ ചേച്ചിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചെങ്കിലും കരുണയിൽ അന്വേഷിക്കുമ്പോൾ മോശം റിപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് അതൊന്നും നടന്നില്ല. കല്യാണം കഴിഞ്ഞിരുന്നതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ജോലി പോയതോടെ ഭർത്തൃ വീട്ടുകാരുമായുള്ള ബന്ധത്തിലും താളപ്പിഴയായി. പ്രസവത്തിന് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയ ചേട്ടൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. വിദ്യേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് ഭ്രാന്താശുപത്രിയിലാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാ വിദ്യേച്ചിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നിയത്. വിദ്യേച്ചി പറഞ്ഞത് കള്ളമായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യം വരണം. ഭ്രാന്തിന്റെ ഇടവേളയിൽ ബോധം വരുമ്പോ വിദ്യേച്ചി കരഞ്ഞു പറയാറുണ്ടായിരുന്നു, ചേച്ചി ആരും പറ്റിച്ചിട്ടില്ല എന്ന്. പറഞ്ഞതെല്ലാം സത്യം മാത്രമായിരുന്നു എന്ന്. അതുകൊണ്ട് മാത്രമാ ഞാൻ, അല്ലാതെ സുസ്മിതയുടെ കയ്യിലെ പണമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. സുസ്മിതയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ഞാനായിട്ട് ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നീലിമേ, വിദ്യ എവിടെയാ? എനിക്കൊന്ന് കാണണം. ദാ അവിടെ. മരിച്ചിട്ട് ഒരാഴ്ച. സുസ്മിതയ്ക്ക് ആവശ്യം തോന്നിയ എന്നെ വിളിക്കാം. ഒരാഴ്ച കൂടി മാത്രം. അത് കഴിഞ്ഞാൽ ഞാൻ അയർലൻഡിലേക്ക് പോകും. കഴിക്ക്. അപ്പൊ ശാരദാമ്മ ഇരിക്കുന്നില്ലേ? എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടില്ല. ഭാനുവതിയമ്മ കഴിക്ക്. എനിക്കാണെങ്കിൽ ജന്മം മുഴുവൻ വിശപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ഒരു ജന്മം. ആ, ശാരദാമ്മ ഇരിക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് വിളമ്പിത്തന്നോണ്ട് നിന്നാ മതി. ശാരദാമ്മ ഓർക്കുന്നുണ്ടോ, ഞാൻ ഈ വീട്ടിൽ കുറെ നാൾ നിന്നെങ്കിലും ഒരിക്കപ്പോലും ഊണുമേശ കയറി ഇരുന്നിട്ടില്ല. ശാരദാമ്മ പലപ്പോഴും നിർബന്ധിച്ചെങ്കിലും ഈ വീട്ടിലോട്ട് പോലും കേറിയിട്ടില്ല. ഇപ്പൊ ഈ ഊണുമേശയില് ഒരു വീട്ടുകാരിയുടെ അധികാരത്തോടെ ഇരിക്കാൻ ഒരു കൊതി. വീടാകെ മാറിപ്പോയല്ലോ. ഭാനുമതിയമ്മ അന്ന് കണ്ടില്ലേ? രണ്ടാമത്തെ ആള് ശാലിനി. അവളിന്ന് കളക്ടറാ. ഈ ജില്ലയിലപ്പ നിയമനം. താമസം ഇവിടെയും. മറ്റു രണ്ടുപേരും? അവരും ഭർത്താക്കന്മാരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കൊച്ചുങ്ങളുമായി. മൂന്നാൾക്കും പെൺകുട്ടികളാ. ശാരികയ്ക്കും ശാലിനിക്കും ശ്യാമയ്ക്കും അല്ലേ? അതെ. ശ്യാമയ്ക്കും? അതെ. മക്കളുടെ ജീവിതത്തിന് വേണ്ടി അമ്മമാര് എന്ത് കള്ളവും പറയും ശാരദാമ്മേ. പക്ഷേ
സത്യമെന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം വിധിച്ചത് മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ശാരദാമ്മേ. ശാലിനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവില്ല. രണ്ടിലൊരാൾക്കേ സന്താന ഭാഗ്യം ശേഷിക്കൂ. അതാ ദൈവവിധി. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് ശാരദാമ്മ വിചാരിക്കും. ഇത് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. അല്ല ശാരദാമ്മേ, ഭാനുമതിയമ്മ, നിങ്ങൾ എന്ത് വർത്താനാ ഈ പറയുന്നത്? ശാരദാമ്മേ, ആരോ വിളിക്കുന്നുണ്ട് ശാരദാമ്മേ. ശാരദാമ്മ പോയി ആരാണെന്ന് നോക്കൂ. വിളിക്കുന്നവരാരായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത് ആരാന്ന്, നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാന്ന് എനിക്കറിയണം. ശാരദാമ്മേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം ശാരദാമ്മേ. ഇപ്പൊ സംസാരിക്കാന്ന് വെച്ചാ പുറത്തു നിൽക്കുന്ന ആളതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശാരദാമ്മ വിളമ്പി വെച്ച ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ശാരദാമ്മ പോയി അത് ആരാണെന്ന് നോക്കിയിട്ട് വാ. അല്ല ശാരദാമ്മേ, ഉഫ്, കിടന്നു തൊള്ള തുറക്കണ്ട, ഞാൻ വരുന്നു. ശാരദാമ്മേ, മല്ലീശ്വരം കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഉണ്ട് എല്ലാത്തിനും പരിഹാരം. ശാരദാമ്മേ, ശാരദാമ്മ പോയിട്ട് വാ. ആ എന്താടി എന്തൊരു ഉറക്കോ ശാരദാമ്മേ ഇത്? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഉറക്കോ? ഞാനകത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആരോട്? ആ ഭാനുമതി അമ്മ വന്നിട്ടുണ്ട്. ഭാനുമതി അമ്മയോ? ഏത് ഭാനുമതി അമ്മ? എടി, ഇടയ്ക്ക് കുറച്ചു കാലം ഇവിടെ താമസിച്ചില്ലേ? മറ്റേ ആ ഉരുൾപൊട്ടലിൽ ബന്ധുക്കളൊക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട്. ഓ, അവരോ? അവര് പെട്ടെന്ന് ഇങ്ങോട്ട് മുങ്ങിയതല്ലേ? ഈ 6-7 വർഷം അവരെവിടെയായിരുന്നു? അതൊന്നും ചോദിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. പതിവ് പോലെ വന്ന പാടെ വിശക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോറെടുത്ത് കൊടുത്തിട്ട് പോന്നിരിക്കുക. ചോറെടുത്ത് കൊടുത്തുന്നോ? അതിന് ചോറ് എവിടുന്ന ശാരദാമ്മേ? ശാലിനിമോളും സത്യമോളൊക്കെ ഫംഗ്ഷന് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വയ്ക്കുന്നില്ലെന്ന് ശാരദാമ്മയല്ലേ പറഞ്ഞത്? വല്ലാത്ത നടുവേദന, ഒന്ന് തല ചായ്ക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് മയങ്ങാൻ പോയതല്ലേ? ഇതിനിടയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. എന്നിട്ട് അവരിവിടെ കിടന്ന് തൊണ്ട കയറി വിളിച്ചിട്ട് നീ കേട്ടില്ലേ? അപ്പോ ആര് വിളിച്ചെന്നാ ശാരദാമ്മ ഈ പറയുന്നേ? ഞാൻ മൊത്ത സമയം ഹോട്ടലിന്റെ കൗണ്ടറിൽ കണക്ക് നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ശാരദാമ്മ കിടക്കാൻ പോയതിനു ശേഷം ഹോട്ടലിലേക്ക് റീച്ച് പോലും വന്നിട്ടില്ല. അപ്പൊ ഒരാൾ ഇവിടെ വന്ന് ശാരദാമ്മയെ വിളിച്ച ഞാൻ അറിയത്തില്ലേ? ഒന്നുകിൽ ശാരദാമ്മ എന്നെ കളിപ്പിക്കാൻ പറയുന്നതാ, അതല്ലെങ്കിൽ ശാരദാമ്മ സ്വപ്നം കണ്ടതാ. എടി, ഞാൻ അവിടെ ചോറൊക്കെ എടുത്തു വെച്ചത് സ്വപ്നമാണെന്നാണോ? എവിടുന്ന് ചോറെടുത്ത് വെക്കാനാ ശാരദാമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.